അത് നീ അറിയണ്ട, നീ അവളും ഈ സമിതി നിൽക്കണമെന്ന് പറഞ്ഞു. അന്ന് ആ വാക്ക് കേട്ടതുകൊണ്ട് എനിക്കും സിസിലിക്കും മലയാളം നാടകവേദിയിൽ ഇന്നും നിലനിൽക്കാനുള്ള ഒരു അടിത്തറയായിരുന്നു അത്തമ്പത്തിന് പൊന്നോണം എന്ന് പറഞ്ഞ നാടകം. അതുപോലെ തന്നെ അന്ന് നമശിവായനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു. പടക്കൻ നാടകങ്ങൾ എന്ന് പറയുന്ന മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിൽ ശ്വാസം പിടിച്ച് കത്തിച്ചു വിടുന്നത്, പിന്നെ പ്രാസവത്തിപ്പിച്ച് പറയുന്ന ഡയലോഗുകൾ പറയുന്ന നാടക പ്രസ്ഥാനത്തിൽ മനോഹരമായ ഒരു കവിത പോലെ ഒരു കുറച്ച് ഗ്രാമവാസികളെ നിഷ്കളങ്കരായ മനുഷ്യരുടെ കഥ പറഞ്ഞു. പിന്നെ നാടകത്തിൻ്റെ വഴിത്തിരിവായിരുന്നു. അതുപോലെ തന്നെയാണ് ജയപ്രസാദിൻ്റെ ഓരോ നാടകങ്ങൾ എടുത്തു നോക്കിയാലും വഴിത്തിരിവുകളാണ്. ഒരു നടൻ അഭിനയിക്കാനുള്ള സാധ്യതയുള്ള കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് അഭിനയിക്കാനുള്ള സിറ്റുവേഷൻസും അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിലുണ്ടാവും. അതുകൊണ്ടാണ് ചിരഞ്ജീവി ജയപ്രസാദിൻ്റെ നാടകത്തിൽ അഭിനയിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നത്. അവസാനം അദ്ദേഹം സ്വന്തം ട്രൂപ്പ് തുടങ്ങി. അതിന് പല നല്ല നാടകങ്ങളും പരീക്ഷണാർത്ഥം ഇറക്കി. അതൊന്നും ഇവിടുത്തെ ആ ക്ലിക്കായ നാടകങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിൽ അത്ര സ്റ്റാൻഡേർഡ് പോരാ. പക്ഷേ നല്ല മനോഹരമായ നാടകം ഇറക്കി. ആദ്യ നാടകം തന്നെ ഈ കഥ 10-നും 12-നും മധ്യേ എന്ന് പറഞ്ഞൊരു നാടകം നീളയുടെ ബാനറിൽ ആദ്യം ഇറക്കി. ആ നാടകത്തിലെ പരാജയം റാം കൈൻതാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ, യേശുക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജയൻ്റെ ശരീരഘടനയും അഭിനയശൈലിയുള്ള ഒരു നടനായതാണെന്ന് ഞാൻ ആദ്യമേ നാടകം കണ്ടപ്പോഴേ ഉണ്ണിയണ്ണനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് 500 നാടകങ്ങൾ എൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ നാടകം കണ്ടിട്ട് ഞാൻ ഉണ്ണിയണ്ണ ഇതെന്താന്ന് എനിക്ക് പറഞ്ഞുകൂടെ ഇതെന്താണെന്ന്. അതാണ് ചിരഞ്ജീവി ജയപ്രസാദ്. നല്ല നാടകം എഴുതാനും അറിയാം, കച്ചവട നാടകം എഴുതാനും അറിയാം. അദ്ദേഹം എഴുതിയ മികച്ച നാടകങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ജഡ്ജിങ് കമ്മിറ്റി. കാരണം ഒരുത്തൻ്റെ കാൽ പിടിക്കാൻ പോയില്ല, ആരും സപ്പോർട്ട് ചെയ്യണ്ട. എൻ്റെ നാടകം ഇഷ്ടപ്പെടുന്നത് പ്രേക്ഷകനാണ്. പ്രേക്ഷകന് വേണ്ടി ഞാൻ നാടകം ഉണ്ടാക്കും. എൻ്റെ മനസ്സംതൃപ്തിക്ക് വേണ്ടി ഞാൻ നാടകം എഴുതും. ആ നാടകം എനിക്ക് എത്ര കളിക്കണമെന്ന് പ്രതീക്ഷയില്ല. എത്രയായാലും അത് 200-ന് പുറത്ത് കളിച്ചിരിക്കും. അതാണ് ആ തൂലികയുടെ സത്യം. ആ സത്യം നിലനിർത്തി മാത്രമേ അയാൾ എഴുതൂ. നാടകം എഴുതുമ്പോൾ അടുത്ത കുപ്പി വരുന്നതുവരെ ഇത് പെൻഡിങ്ങിൽ വയ്ക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന നാടകകൃത്തുകളുണ്ട്. എൻ്റെ ജോലി നാടകം എഴുതുകയാണ്. ഞാൻ നാടകം എഴുതി തീർക്കുക. ആ ജോലി ആ സമയത്ത് തീർത്തു തരും. അങ്ങനെയുള്ള വളർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിന് കിട്ടിയ ഈ അംഗീകാരങ്ങളും അനുമോദനങ്ങളും അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. ആ വലിയ മനുഷ്യനെ ആദരിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതലായി സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇതിൽ ചില മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് അപ്പോഴെനിക്കൊരു കഥയാണ് ഓടിയെത്തുന്നത്. പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൃഷിയും മാൻവേട്ടയുമാണ് താല്പര്യം. ഈ രാജസദസ്സിൽ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടില്ല. കാരണം ഈ കവി സമ്മേളനം നടക്കുമ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹം ഒളിച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി 3-ാം പ്രാവശ്യമാണ് ചിരഞ്ജീവി ജയപ്രസാദിനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല. നാടകക്കാരൻ്റെ ദുഃഖം മന്ത്രിക്ക് അറിയണ്ട എന്നുള്ളതുകൊണ്ടാവാം. എങ്കിലും അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിൽ നമ്മളതിലൊരു മാറ്റം വരുത്തിയത് ഉദ്ഘാടനവും ആദരിക്കലും ശ്രീ വർക്കല കഹാർ MLA ആണ്. അദ്ദേഹം എത്തും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന് നാടറിയാം, നാട്ടുകാരെ അറിയാം. അദ്ദേഹത്തിന് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. പിന്നെ അടുത്തതായി അധ്യക്ഷനെ എനിക്ക് ആ മനുഷ്യനെ എങ്ങനെ പ്രശംസിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം KPSCയുടെ നാടക ഗാനങ്ങൾക്ക് ശേഷം
മലയാള നാടകവേദിയിൽ ജനങ്ങളുടെ ചുണ്ടത്ത് ഓടിയെത്തുന്ന പാട്ടുകൾ എഴുതിയ മഹാനായ കവി. എനിക്കും സൗജന്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. കാശ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടില്ല, കാശ് കൊടുത്തതുമില്ല. പിന്നെ രാഷ്ട്രീയ രംഗത്ത് ഒരു പ്രതിഭ, എൻ്റെ പ്രിയപ്പെട്ട മുരളി സാറിനെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. അടുത്തത് പ്രൊഫസർ ജോർജ് ഓണക്കൂർ സാറിനെയാണ്. ജോർജ് ഓണക്കൂർ സാറിൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ക്ഷണിക്കാൻ പോയി. അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു പോയി. സാറ് ശ്രദ്ധിച്ച് കാണും എന്ന് തോന്നുന്നു. എൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, ഞാൻ ആ സാറിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ ഇരുന്നു പോയി. കാരണം അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത്രയും വലിയൊരു മനുഷ്യൻ. ഞങ്ങൾ അദ്ദേഹത്തിനെ ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് ക്ഷണിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളോട് കാണിച്ച സ്നേഹം, അദ്ദേഹം സംസാരിച്ച ആ രീതി, പലർക്കും ഇന്ന് ജോർജ് ഓണക്കൂർ സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെങ്കിൽ പോലും അറിയാൻ മേലാത്തവർക്ക് പറയാണ്, സിനിമാ രംഗത്ത് സൂപ്പർ സ്റ്റാറുകളുണ്ട് എന്ന് പറഞ്ഞ പോലെ സാഹിത്യ രംഗത്ത് ഒരു സൂപ്പർ സ്റ്റാറാണ് പ്രൊഫസർ ശ്രീ ജോർജ് ഓണക്കൂർ സാർ. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആർട്ടിസ്റ്റ് സുജാതൻ. വളരെ ചെറുപ്പം മുതലേ എന്നെ അടുത്തറിയാവുന്നതാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നാടക ഉദ്ഘാടനത്തിൻ്റെ 3 ദിവസം ഉള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു വണ്ടിയിൽ കുറേ സെറ്റ് കൊണ്ടുപോകും. ചിലപ്പോൾ ലോറിയിലായിരിക്കും കൊണ്ടുവന്ന് അവിടെ ഇറക്കിയിടും. ഇത് ആ സാധനം വന്ന് പുതിയ സെറ്റ് വേണമെന്ന് പറയും. ഓ തരാം എന്ന് പറയും. 1 മാസം കഴിയട്ടെ എന്ന് പറയും. പക്ഷെ പറഞ്ഞ സമയത്ത് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ കാശ് സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഇന്ന് ഞാൻ ഒന്നും കൊടുക്കാനില്ല അദ്ദേഹത്തിന്. പിന്നെ പുതിയ നാടകത്തിന് ഞാൻ ഇപ്പോൾ സെറ്റ് ചോദിച്ചാൽ തരും, അതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അതായത് ചെറുനീയു ജയപ്രസാദിൻ്റെ ആത്മാവെന്ന് പറയുന്ന നാടകരംഗത്ത് ആർട്ടിസ്റ്റ് സുജാത മാഷായിരിക്കും. സുജാത മാഷിനെ ഞാൻ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് കരോളം ചന്ദ്രൻ. ചെറുനീയു ജയപ്രസാദിൻ്റെ ആദ്യ നാടകം സംവിധാനം ചെയ്ത് OMA വേണ്ടി സംവിധാനം ചെയ്ത് നല്ല നടൻ, നല്ല സംവിധായകൻ, നാടക സംഘാടകൻ. നാടക പ്രസ്ഥാനത്തിൻ്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ടപ്പോൾ ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി ട്രൂപ്പ് നിർത്തി ഇന്ന് സീരിയലിൽ തിളങ്ങി തുടങ്ങിയ ശ്രീ കരോളം ചന്ദ്രൻ എന്ന എൻ്റെ മച്ചമ്പിയെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേ സ്ഥാനത്ത് തന്നെയാണ് മലയാള നാടകവേദിയിൽ കുറേ അധികം കലാകാരന്മാരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ സതീഷ് സംഘമിത്ര. അദ്ദേഹം 2.5 മണിക്കൂർ സമയം സ്റ്റേജിൽ നിന്ന് വളരെ ഫ്രീ ആയിട്ട് ഡയലോഗ് പറയും. ഞാൻ ഒരു ദിവസം ചോദിച്ചു, സതീഷ് ചേട്ടാ, മമ്മൂട്ടിയെ പോലെ ഡ്രസ്സ് മാറാൻ മാത്രമല്ലേ അകത്ത് പോകുന്നുള്ളൂ, ഇത്രയും നേരം നിൽക്കുമ്പോൾ കാല് കഴിക്കില്ലേ എന്ന് ഒരു ചിരിയിലതൻ ഒതുക്കി. ആ മഹാനായ നടനെ, സംവിധായകനെ, സംഘാടകനെ ഞാൻ ഫോണിലൂടെ വിളിച്ചു, ഇവിടെ എത്തി. ആ മനുഷ്യനെ ഞാൻ ഉള്ളറിഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ വർക്കല ഖാർ MLA എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തത് സൂര്യപ്രകാശ്, വർക്കല മുനിസിപ്പൽ ചെയർമാൻ. എൻ്റെ സഹപാഠി, എൻ്റെ സുഹൃത്ത് ശ്രീ സൂര്യപ്രകാശിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീലി ശ്രീധരൻ, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഭാവിയിൽ നമുക്കൊരു മന്ത്രിയൊക്കെ ആവേണ്ടതാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടുകൊള്ളുക. നമ്മുടെ ശ്രീലി സഖാവിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. വീറീന
വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എസ് ഉഷാകുമാരി, നമ്മുടെ ചെറുന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഉഷാകുമാരിയെ സ്വാഗതം ചെയ്തില്ലെങ്കിലും ഉഷാകുമാരി ഇവിടെ വരും. കാരണം നമ്മുടെ നാടിന് വേണ്ടി നിൽക്കുന്ന കുട്ടിയാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് പോട്ടു. അടുത്തത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എൻ നവപ്രകാശാണ്. ഇതിൻ്റെ സംഘാടകരിൽ മുൻനിരയിൽ നിന്ന് ഇത്രയും മനോഹരമാക്കിയ ആ ജ്യേഷ്ഠ സഹോദരനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് എസ് ശിവപ്രസാദ്, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജോസഫ് പെരേര എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം ഒരു നല്ല നടനാണെന്നുള്ള കാര്യം കുറച്ച് പേർക്ക് അറിയാവും. സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റുമാണ്. ആ സുഹൃത്തിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ഷാജി, നമ്മുടെ ഷാജി വക്കീൽ എല്ലാവർക്കും അറിയാം. ഷാജി വക്കീലിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പം നമുക്ക് ഇനി നമ്മുടെ MLA എത്തി ഉദ്ഘാടന ചടങ്ങ് നടത്താം അല്ലേ അധ്യക്ഷൻ സാർ? പ്രിയമുള്ളവരെ, കാര്യപരിപാടിയിൽ അടുത്തത് അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ട പിരപ്പക്കോട് മുള്ളി സാറാണ്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നമ്മൾ പരസ്യപ്പെടുത്തിയിരുന്നത് ഇന്നിവിടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആറ്റിങ്ങൽ MLA ആയിരുന്ന ശ്രീ സത്യൻ അദ്ദേഹത്തിനെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിയില്ല എന്നും അദ്ദേഹം ഒരു സന്ദേശം ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് വായിക്കണം. ശ്രീ സത്യൻ ഒരു സന്ദേശം ഇവിടെ അയച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. മലയാള നാടകവേദിക്ക് അമൂല്യ സംഭാവനകൾ നൽകിയ ശ്രീ ചെറുന്നൂർ ജയപ്രസാദിന് ജന്മനാട് നൽകുന്ന ആദരിക്കൽ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കുന്നതിന് കഴിയില്ല എന്ന വിവരം വിഷമത്തോടെ അറിയിക്കുകയാണ്. അത്യാവശ്യമായി മകന്റെ ചികിത്സാർത്ഥം വെല്ലൂരിലേക്ക് പോകേണ്ടി വന്നതിലാണ് എത്താൻ കഴിയാത്തത്. എൻ്റെ അസൗകര്യം ചെറുന്നൂർ ഗ്രാമവാസികളോടുകൂടി അറിയിക്കുകയാണ്. ഞാൻ ഇവിടെയാണെങ്കിലും എൻ്റെ മനസ്സ് ചെറുന്നൂർ ഗ്രാമവാസികൾ സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങിനോടൊപ്പമുണ്ട്. എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ച നല്ല മനസ്സുകളെയും അഭിനന്ദിച്ചുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവ്വം, അഡ്വക്കേറ്റ് ബി സത്യൻ MLA. സ്വാഗതം പറയാൻ വിട്ടുപോയ രണ്ടുപേരുണ്ട്. ബഹ്റൈൻ മലയാളി സമാജത്തിൻ്റെ ഒരു മോഹൻ രാജ്, അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശശാങ്കൻ, ലണ്ടൻ മലയാളി സമാജത്തിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്തുള്ളൂ. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. കവിയും നാടകരചയിതാവും നാടക സംവിധായകനുമായ ശ്രീ പിരപ്പങ്കോട് മുരളി സാർ, XMLA. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ വർക്കല കഹാർ MLA, ബഹുമാന്യായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമൊക്കെയായ പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, നാടകത്തിൻ്റെ എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് സുജാതൻ, പ്രിയപ്പെട്ട സതീഷ് സംഘമിത്ര, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സൂര്യപ്രകാശ്, ശ്രീ ഡി ശ്രീധരൻ, വി റീന, എസ് ഉഷാകുമാരി, എൻ നവപ്രകാശ്, എസ് ശിവപ്രസാദ്, ജോസഫ് പെരേര, അഡ്വക്കേറ്റ് എസ് ഷാജി, നമ്മിവിടെ
ആദരിക്കുകയും നാടക പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറാവുകയൊക്കെ ചെയ്യുന്ന എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരതുല്യനായ മലയാളത്തിലെ പ്രശസ്ത നാടകകൃത്ത് ചെറുന്നിയൂർ ജയപ്രസാദ്, ഈ ചെറുന്നിയൂർ ഗ്രാമത്തിലെ കലാപ്രതിഭകളായ ചെറുന്നിയൂർ നമശിവായൻ, വർക്കല ജോയി, ചെറുന്നിയൂർ ബാബു, സിസ്ലി, MK വിക്രമൻ, ചെറുന്നിയൂർ രാജീവ്, വിക്രം K നായർ, സുനിൽ ലയം, D പ്രകാശ്, വിമൽ ജോയി, MV ദാസ്, സുനിൽ കുമാർ, സുനിൽ കട്ടിങ്, കാഥികൻ മദനസേനൻ, PS സത്യൻ, D രത്തൻ, ചെറുന്നിയൂർ ശശി, തമ്പി, സുലേഖ, ബഹുമാന്യരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ഗ്രാമം ഒരു സുഹൃതം ചെയ്ത ഗ്രാമമാണ്. ഞാൻ അസൂയപ്പെടുന്നു. കാരണം ഇത്രയും കലാകാരന്മാർ, അതിലും വിശേഷിച്ച് നാടക പ്രതിഭകൾ ഉള്ള ഒരു ഗ്രാമം, ഒരർത്ഥത്തിൽ ഒരു നാടക ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം എന്നെനിക്ക് തോന്നുന്നു. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ പ്രശസ്തനായ ഒരു നാടകകൃത്തിനെ, സംവിധായകനെ, കലാപ്രതിഭയെ അഭിനന്ദിക്കാനാണ് നാം ഈ സായാഹ്നത്തിൽ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ചെറുന്നിയൂർ ജയപ്രസാദ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ ജോയ് സൂചിപ്പിച്ച പോലെ തന്നെ മലയാളികൾ ഉള്ള എല്ലാ സ്ഥലത്തും അവരുടെ എല്ലാം ഹൃദയത്തെ ആകർഷിക്കുന്ന ഒരു ഏറ്റവും നല്ല ശക്തനായ ഒരു തിയേറ്റർ വക്താവാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു വൈമനസ്യമില്ല. വർഷങ്ങളായി, ഏതാണ്ട് 40 വർഷമായി നിരന്തരമായി ഈ രംഗത്ത് ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ആ പ്രതിഭയെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത് എന്നെനിക്കറിയില്ല. ഒരു കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും ആളുള്ളതുകൊണ്ട് വളരെ ദീർഘമായൊരു അദ്ദേഹത്തിൻ്റെ നാടകത്തെക്കുറിച്ചും നാടക ശൈലിയെക്കുറിച്ചുമെല്ലാം ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ വിശകലനത്തിന് ഞാനിവിടെ മുതിരുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. ഈ നാടകമെന്ന് പറയുന്നത് ആ വാക്കിൽ തന്നെയുണ്ട്. നാടകീയത എന്ന് പറയുമ്പോൾ സാധാരണയല്ല. മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെ ഒരു പ്രത്യേക കോണിൽ നിന്നുകൊണ്ട് ആവിഷ്കരിക്കുമ്പോൾ അത് ജനങ്ങളെ ആകർഷിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം നടന്നു പോകുന്നു നമുക്കെതിരെ ഒരാൾ വരുന്നു. ആ ആളിനോട് നമുക്കൊരു വിപ്രതിപത്തിയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? ആ വിപ്രതിപത്തി സംസാരിക്കാതെ തന്നെ ബോധ്യപ്പെടുത്താവുന്ന തരത്തിൽ നമ്മുടെ അംഗചേഷ്ടകൾ, നമ്മുടെ ബാഹ്യചേഷ്ടകൾ കൊണ്ട് നേരത്തെ പറഞ്ഞ് നമ്മൾ അഭിനയിച്ചാണ് ബോധ്യപ്പെടുന്നത്. ഒരാളിനോട് സ്നേഹമുണ്ട്, ആ സ്നേഹം നമ്മൾ ബോധ്യപ്പെടുത്തുന്നതും അതിൽ കൂടെ തന്നെ. ഒരാളിനോട് ഏറെ സ്നേഹം, ഒരാളിനോട് അല്പം സ്നേഹം, ഇതൊക്കെ കാണിക്കുന്നത് മനുഷ്യൻ നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെയാണ്. അതുപോലെ ജീവിതത്തിലെ അത്യപൂർവങ്ങളായ നിമിഷങ്ങൾ തിരഞ്ഞെടുത്ത് ആ നിമിഷങ്ങളെ ഒരു പ്രത്യേക തരത്തിൽ ആവിഷ്കരിക്കുന്ന രീതി, അതാണ് യഥാർത്ഥത്തിൽ നാടകം. ചെറുന്നിയൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ നാടകവും ഓരോ പരീക്ഷണമാണ്. നേരത്തെ ഇവിടെ ജോയി പറഞ്ഞ പോലെ പരീക്ഷണമെല്ലാം വിജയിച്ചോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം. പക്ഷേ വിജയം മാത്രം കണ്ടുകൊണ്ട് ഒരു പരീക്ഷണം ആർക്കും നടത്താനാവില്ല. ഇപ്പം നമ്മുടെ പ്രശസ്തരായ ശാസ്ത്രകാരന്മാർ പോലും അവരുടെ പരീക്ഷണങ്ങൾ മുഴുവൻ വിജയിക്കും എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പം ന്യൂട്ടനായാലും അതുപോലെ ആരായാലും. അതുപോലെയാണ് കലാരംഗത്തെയും പരീക്ഷണം. കലാരംഗത്ത് പരീക്ഷണം എന്ന് പറയുന്നത് കല കൈകാര്യം ചെയ്യുന്ന ജീവിതമാണ്. അതേപോലെ തന്നെ സാമൂഹ്യ മാറ്റമാണ്. ഈ സാമൂഹ്യ മാറ്റത്തിനും ജീവിതാവിഷ്കാരത്തിനും ഏതെല്ലാം ഉപാധികൾ ഉപയോഗിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കുന്നത് കലാകാരൻ്റെ പ്രതിഭയാണ്. ആ തരത്തിൽ കണക്കാക്കിയാൽ പ്രസാദിൻ്റെ ഓരോ നാടകങ്ങളും ഓരോ തരത്തിലുള്ള ആവിഷ്കാരമാണ്. കാരണം കൂടുതൽ തീക്ഷ്ണമായി, കൂടുതൽ സുതാര്യമായി മനുഷ്യഭാവങ്ങളെ ജനഹൃദയങ്ങളിലെത്തിക്കാൻ നടത്തിയിട്ടുള്ള തീവ്ര യത്നങ്ങളാണ് ആ നാടകങ്ങൾ എന്ന് കുറച്ച് നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ നാടകവും ഞാൻ കണ്ടിട്ടില്ല. കുറച്ചൊക്കെ അദ്ദേഹത്തോട് സഹകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരാളിരിപ്പുണ്ട്, സതീഷ് സംഘമിത്ര. അതും ഏതാണ്ട് ഇതേപോലെയാണ്. അവരെല്ലാം ഈ ജീവിതം മുഴുവൻ യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടി സമർപ്പിച്ചവരാണ്. ഞാൻ പലപ്പോഴും അസൂയപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്നും അത് കഴിയില്ല.
എനിക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്, പല ചുമതലകളുണ്ട്. ആ കൂട്ടത്തിൽ ആരോ പറഞ്ഞ പോലെ ഒരു അത്യാഗ്രഹം കൊണ്ടാണ് ആ രംഗത്ത് പിടിച്ചു നിൽക്കാൻ ഞാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ പ്രസാദിൻ്റെ കാര്യത്തിലോ സതീഷിൻ്റെ കാര്യത്തിലോ അതല്ല. അവരവരുടെ ജീവിതം ഒരർത്ഥത്തിൽ നാടകത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ്. അത് പ്രസാദിൻ്റെ നാടകങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 55 വയസ്സ് കഷ്ടിച്ച് തികയുന്നേ ഉള്ളൂ. 64 നാടകങ്ങൾ അദ്ദേഹം എഴുതുകയും സംവിധാനം ചെയ്യും. എല്ലാം സംവിധാനം ചെയ്തെന്ന് തോന്നുന്നില്ല, മിക്കവാറും നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചെയ്തു. ഞാൻ ഓർമ്മിക്കുകയാണ്, നമ്മുടെ മലയാള ചരിത്രത്തിൽ സാഹിത്യത്തിൽ അപൂർവം ചില ആളുകൾ മാത്രം അങ്ങനെയുള്ളൂ. ഒരുപക്ഷെ ഒരു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 36 വയസ്സിൽ മരിക്കുമ്പോൾ ഏതാണ്ട് 56 കവിതാ ഗ്രന്ഥങ്ങളും 14 ഗദ്യകൃതികളും ഇനിയും പലതും കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് 70ഓളം കൃതികൾ ഈ 36 വയസ്സിൽ രചിച്ച ചങ്ങമ്പുഴയാണ് നമ്മുടെ മുമ്പിൽ ഒരു വലിയ അർക്കാണ്. ഏതാണ്ട് അതുപോലെ നാടകരംഗം, അത് കവിതയാണ്, ഇത് നാടകമാണ്. നാടകത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അവന് ഈ പറയുന്ന പോലെ വളരെ ലളിതമായി പോകാവുന്ന കാര്യമല്ല. കാരണം ഒരു സംഘം വേണം, സംഘാടനം വേണം, അവന് സാമ്പത്തികമായി ഒരുപാട് മുതൽ മുടക്കുണ്ട്. അതുപോലെ തന്നെ മറ്റു പല കലാകാരന്മാരുടെയും സഹായം ആവശ്യമുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 64ഓളം നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു മഹത്തായ കാര്യമാണ്, ഒരു ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല. അതുതന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഞാൻ കാണും. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ച് ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ ഈ നാടകത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഇപ്പോൾ പ്രൊഫഷണൽ നാടകങ്ങളെക്കുറിച്ച് ഒരു കാലത്ത് വലിയ തർക്കമുണ്ടായിരുന്നു. നമ്മുടെ നാടകരംഗത്തെ ചില മൗലികവാദികൾ അവർ പറയുന്നത് നാടകം പണത്തിന് വേണ്ടി കളിച്ചാൽ അത് വാണിജ്യ നാടകമാവും, കച്ചവട നാടകമാവും, മോശമാണെന്നാണ്. ചില പണത്തിന് വേണ്ടി കളിക്കാൻ പാടില്ല എന്നാണ്. അത് കേവലം ഒരു സായുജ്യത്തിന് വേണ്ടി കളിക്കുക എന്ന് പറയുന്ന ഈ അമച്വർ നാടകത്തിൻ്റെ ഒരു തെറ്റായ ധാരണയാണ് അവർക്കുള്ളത്. അമച്വർ നാടകങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് ഞാൻ പറയില്ല. തീർച്ചയായും പ്രൊഫഷണൽ നാടകങ്ങളെ സഹായിക്കാനും അതിൽ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്നതാണ് അമച്വർ നാടകം എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു തർക്കമില്ല. പക്ഷേ അമച്വർ നാടകം ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള കുറേ ആളുകൾ അവരുടെ വിശ്രമ സമയത്ത് അല്ലെങ്കിൽ അവരിതിന് സമയം ഉണ്ടാക്കി കളിക്കുന്ന കളിയാണ് അമച്വർ നാടകം. ഇതല്ല, ഒരു സംഘം ആളുകൾ ഒരു നാടകം പരിശീലിച്ച് ആ നാടകം ഓരോ പ്രദേശത്തും പോയി കളിച്ച് അങ്ങനെ ആളുകളെ ഒക്കെ, അപ്പോൾ ഒരു നാടകത്തിനൊരു സന്ദേശം ഉണ്ടാവും, ആ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദേശ പ്രചാരണം കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ നാടകങ്ങൾ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് പ്രൊഫഷണലായി എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു നാടകം റിഹേഴ്സൽ ചെയ്യാൻ നാടകത്തിൻ്റെ മറ്റ് സൗകര്യങ്ങൾ, ഇപ്പോൾ സംഗീതമായാലും മറ്റ് അതുപോലെ ബാക്ക്ഡ്രോപ്പ് ആയാലും ഇതൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായ പണം, പിന്നെ യാത്രയ്ക്കുള്ള പണം, പിന്നെ മുഴുവൻ സമയം ഇതിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന കലാകാരന്മാർക്ക് പ്രതിഫലം, അവർക്കും ജീവിക്കണം, അവർക്ക് കുടുംബമുണ്ട്, ആ കുടുംബത്തിന് ജീവിക്കാൻ കഴിയണം. അവർ മാന്യമായി മറ്റേത് തൊഴിലെടുത്ത് ജീവിക്കുന്ന പോലെയും നാടകം തൊഴിലാക്കി ജീവിക്കുന്നതിൽ ഒരു അപാകതയുമില്ല, അതിലൊരു അമാന്യതയുമില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. പഴയ ആഢ്യന്മാർ, കുറേ മൗലികവാദികൾ, അവർ ഈ പറയുന്ന പോലെ തനത് നാടകം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അമച്വർ നാടകം മാത്രമേ ഉള്ളൂ എന്ന് വാശി പിടിച്ച ഒരു കാലമുണ്ട്. ആ കാലം പോയി, ആ കാലം ഇന്നാരും അംഗീകരിക്കുന്നില്ല. പക്ഷേ പ്രൊഫഷണൽ നാടകങ്ങൾ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വളരെ കലാസിദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ KPSC പോലെ അല്ലെങ്കിൽ ഗീത ആർട്സ് ക്ലബിനെ പോലെ അങ്ങനെ ഒരുപാട് അപൂർവം നാടക സമിതികൾ, പിന്നെ പ്രസാദിൻ്റെ തന്നെ നിള തിയേറ്റേഴ്സ്, ഇതൊക്കെ ഒരു പ്രത്യേക നാടകത്തെ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ ജനങ്ങളിൽ എത്തിക്കാനും എന്തെങ്കിലും സന്ദേശം ജനങ്ങളോട് പറയാൻ വേണ്ടി എഴുതുന്ന നാടകങ്ങൾ, പ്രകടിപ്പിക്കുന്ന നാടകങ്ങളാണ്. പക്ഷെ ആ സ്ഥാനത്ത് നാടകങ്ങൾ ഏതാണ്ട് ഒരുതരം വെറും ഈ ചില ഉരുപ്പടികളാക്കി, ചില ഫോർമുലകളാക്കി, ഏതെങ്കിലും നാടകം വിജയിച്ചാൽ പിന്നെ അവരെല്ലാം ആ നാടകത്തിൻ്റെ ഫോർമുല എടുത്തുകൊണ്ട് 100,000 നാടകങ്ങൾ. ആ നാടകങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായും നാടകത്തിന് ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പ് വന്നു. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഫൈൻ ആർട്ട് സൊസൈറ്റി, ആസ്വാദക സംഘങ്ങൾ. ഇന്ന് ആസ്വാദക സംഘങ്ങളില്ല. ആസ്വാദക സംഘം ഉണ്ടായ 10ഉം 500ഉം എനിക്കറിയും. ഒരു ഘട്ടത്തിൽ ഈ 88, 90 കാലത്തൊക്കെ 500 600 ആസ്വാദക സംഘങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, സജീവമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ അഭ്യസ്തവിദ്യരായ ആളുകൾ മത്സരിച്ച് നല്ല നാടകങ്ങൾ മാസത്തിൽ 1ഉം 2ഉം ഒക്കെ നടത്തിയിരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ ആ കാലത്ത് നല്ല നാടകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ, നല്ല നാടകങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ അത് വിളിച്ച് കളിപ്പിക്കാൻ ആളുണ്ട്.
ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ ഉത്സവപ്പറമ്പാണ് നാടകം, പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പാണ്. ആ ഉത്സവപ്പറമ്പുകളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സിനിമാറ്റിക് ഡാൻസും മിമിക്രിയും മറ്റ് ഗാനമേളയും എല്ലാം കഴിഞ്ഞ് അതിനൊക്കെ 50,000 60,000 കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ കുറച്ച് 10-15 രൂപ കൊടുത്തിട്ട് നല്ല നാടകം നടത്താൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഈ ആസ്വാദക സമിതിയുടെ സ്ഥാനത്ത് ചില ഏജന്റന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഏജന്റന്മാരെന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഉത്സവം നടത്തുന്നത് കമ്മിറ്റി കാശ് പിരിച്ചല്ല. ഏതെങ്കിലും ഗൾഫിൽ നിന്നൊരു പ്രമാണി വരും, അയാൾ കുറച്ച് കാശ് ഏതെങ്കിലും ക്ഷേത്രത്തിന് കൊടുക്കാമെന്ന് പറയും. അവർ പറയും നിങ്ങൾ 2 നാടകം ബുക്ക് ചെയ്തു. ഉടനെ പറയും ആ നാടകം ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കളിക്കാൻ പറ്റുന്ന നാടകം കണ്ടിട്ടൊന്നുമല്ല. പണ്ടങ്ങനെയല്ല. ഉത്സവപ്പറമ്പിൽ പോലും നാടകം കളിക്കണമെങ്കിൽ ആ നാടകത്തെക്കുറിച്ച് അവർക്ക് മുൻകൂട്ടി ധാരണ ഉണ്ടാവണം. അതില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏജന്റന്മാർ എന്ന് പറയുന്ന ആളുകൾ ഇതിലേക്ക് ചുരുങ്ങുന്നു, ഉത്സവം പിടിക്കുന്ന വേദിയിലേക്ക് ചുരുങ്ങുന്നു. സഹൃദയ സംഘങ്ങളുടെ സ്ഥാനത്ത് നാടക ഏജന്റന്മാരും അതുപോലെ ഉത്സവ കമ്മിറ്റികളും അവർ രണ്ടും കൂടി ചില അഡ്ജസ്റ്റ്മെന്റുകളും ഈ പ്രവാസി മലയാളി, ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, വസ്തുതകൾ അത് തന്നെയാണ്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ധൈര്യമായി പുതിയ നല്ല നാടകങ്ങൾ കൊണ്ടുവരാൻ പലർക്കും കഴിയുന്നില്ല. കാരണം സ്വല്പം പണം മുടക്കിയ ഒരു നാടകം ചെയ്യേണ്ടി വന്നാൽ